ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പറയുമ്പോൾ ചെറിയ വ്ളോഗുമായിട്ടാണ്. സംഭവം എന്ന് പറയുമ്പോൾ 2-3 ദിവസം മുമ്പ് ഞാൻ ഒരു വാഗണർ കാർ എടുത്തായിരുന്നു. ഒരു 2002 മോഡൽ വാഗണർ കാർ എടുത്തായിരുന്നു. അപ്പോൾ എടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ വർക്ക്ഷോപ്പിൽ കയറ്റിയപ്പോഴത്തേക്ക് ചെറിയ ചെറിയ പണികളുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഞാനിപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. കിരൺ എന്നാണ് ഒരു പേര്. അവൻ്റെ അച്ഛൻ്റെ വർക്ക്ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ വണ്ടിയൊക്കെ പണിയാൻ കയറ്റി എന്നിട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. താഴെയാണ് വീട്. അപ്പോൾ പൊക്കത്തായിട്ട് വർക്ക്ഷോപ്പ് താഴോട്ട് പോവുക. അപ്പോൾ താണ്ട നോക്കിയപ്പോൾ കിരണിൻ്റെ പട്ടി ഞാൻ എന്തോ ഒരു ഹലവും കൊടുത്തിട്ട് ഞാൻ അകത്ത് കയറിയപ്പോൾ താണ്ടൊരുത്തം കാണിക്കുന്നുണ്ട്. പൂച്ചയിട്ട് കാണിക്കുന്ന കാഴ്ച കാണണം. ആ പൂച്ചയ്ക്ക് മിണ്ടാൻ പറ്റാത്തല്ലേ അവൻ്റെ തന്തയ്ക്ക് തന്നെ വിളിച്ചേന്. പിന്നെ നോക്കിയപ്പോൾ ഒരു സവനിപ്പിരിക്കുന്നുണ്ട്. നോക്കിയില്ല, ആരും കാണാൻ കമത്തേങ്ങ്. പിന്നെയാണ് എൻ്റെ അനിയനും കൂടെ ഉണ്ടായത്. അനിയാണ് കുത്തിയിരുന്നത്. അവന് പിന്നെ ബോറടിക്കുന്നതിന് ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്നത്. നെറ്റിൻ്റെ ഹോട്ട്സ്പോട്ട് വലിച്ച് തീർത്തങ്ങ്. ഗൈസ്, നമ്മൾ അവരുടെ കിരണിൻ്റെ അച്ഛനെ വെയിറ്റിങ്ങിലാണ്. ഞങ്ങൾ താഴെ പോയി ചായയൊക്കെ കുടിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രിയും കൊണ്ട് തീർക്കുമായിരിക്കും. ജസ്റ്റ് മറ്റേ ഫ്രണ്ടത്തെ ക്രോസ് ബമ്പർ പോയി ക്രോസ് ബമ്പറും മൈറ്റി സ്പാർക്ക് പ്ലഗ് പിന്നെന്താണ് പിന്നെ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ ഇത്രയൊക്കെ മാറ്റണം. ഗൈസ്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കിരണിൻ്റെ അച്ഛൻ വന്ന് പിന്നെ ബമ്പറൊക്കെ ഊരി പിന്നെ ക്രോസ് ബമ്പറൊക്കെ റെഡിയാക്കി നോക്കിയപ്പോൾ ഫുള്ള് പൊടിഞ്ഞടക്കുമായിരുന്നു. പിന്നെ അതെല്ലാം മാറ്റിയാണ്ട് ഇപ്പോൾ എൻ്റെ ഓയിലും മാറ്റി ഓയിലെല്ലാം ക്ലീനാക്കി ഓയിൽ മേടിച്ചാൽ പുതിയ ബമ്പറും എല്ലാം വെച്ച് ഫുള്ള് റെഡിയാക്കി. ഗൈസ്, പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് 2 മണിയൊക്കെ ആയി രാവിലെ. പിന്നെ അത് കഴിഞ്ഞ് കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ അവിടെ കിരണ് മുടിഞ്ഞ പനി. പിന്നെ അവനെ വേണ്ടി ഇപ്പോൾ ആശുപത്രി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇവിടെ എനിക്ക് ഇപ്പോൾ മുട്ടം പോസ്റ്റ് അതിനിപ്പോൾ അതിനിപ്പോൾ വേണ്ട അവിടെ അങ്ങോട്ട് ഇരിപ്പുണ്ട്. അവിടെ തോണ്ടിക്കണ്ടാണ് അവ ഏതാണ്ടൊക്കെ കാര്യം പറയുമോ. അവന് ഭയങ്കര ശ്വാസം മുട്ടൽ ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. ജീവനൊക്കെ ആയിരുന്നു എന്തോ നല്ലതില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വെളിയിൽ വന്ന് വായി നോക്കി നിന്നപ്പോൾ താണ്ട്രാ ഒരു പികണ്ടപ്പിൾ ഇങ്ങനെ പോകുന്നു. പിന്നെ ഗൈസ്, പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ആശുപത്രിയിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിയുടെ കുറച്ച് ബൾബും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വെളി ഇറങ്ങി. വണ്ടിയുടെ കോലം കണ്ടു ഗൈസ്. ഇങ്ങനെ വണ്ടി ഇറക്കി വേണ്ടുന്നത് വെച്ചാൽ റോഡിൽ ഇറക്കിയത് ഇങ്ങനെയായിരുന്നു. വണ്ടി ഫുള്ള് ഫ്രണ്ടെല്ലാം ഇറക്കി ക്രോസ് ബമ്പറൊക്കെ കൊണ്ട് വെച്ച് പുതിയ വെച്ചേ ഉള്ളൂ. ബമ്പറൊന്നും വെച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇറക്കിയത്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് വീട്ടിലോട്ട് ഇങ്ങനെ പറന്ന് ഇങ്ങനെ പോകുന്നു. പിന്നെ സ്പാർക്ക് പ്ലഗ് ഓയിലൊക്കെ മാറ്റി നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മൾ ബൾബും സൈഡ് ഇൻഡിക്കേറ്ററൊക്കെ വാങ്ങാൻ പോയി. പിന്നെ ഇപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് മാറ്റാൻ DRL ഇരിക്കുമായിരുന്നു. അപ്പോൾ മറ്റേ പ്രൊജക്ടർ ലാമ്പ് ഇരിക്കുമായിരുന്നു. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് കറക്റ്റ് വഴി കിട്ടത്തില്ല. അതിനുവേണ്ടി നമ്മളിപ്പോൾ വേറെ ലാമ്പ് വാങ്ങിച്ചു, ബൾബ് വാങ്ങിച്ചു. ബൾബ് വാങ്ങിച്ചു എന്നിട്ടാണ് ഇപ്പോൾ മറ്റേ സൈഡ് ഇൻഡിക്കേറ്ററൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ വീട്ടിലോട്ട് പോകാം. ഗൈസ്, ആണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ റെഡ് ലൈറ്റ് സ്റ്റോക്ക് ആക്കിയിരിക്കുകയാണ്. കാരണം DRL നേരത്തെ മാറ്റാൻ കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് രാത്രിയിലൊക്കെ ഓടിക്കഴിച്ചിട്ട് പാടാണ് DRL. കാരണം അതിനകത്ത് പ്രൊജക്ടറെല്ലാം ഇരിപ്പുണ്ടായിരുന്നു. ഈ സംഭവമാണ് നമുക്ക് ദൂരത്തോട്ട് മാത്രം അടിക്കത്തുള്ളൂ, നമുക്ക് വൈഡ് കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ഓടിക്കാൻ നല്ല പാടായിരുന്നു. അവസാനം ആ പ്രൊജക്ടർ എടുത്ത് നമ്മൾ താഴെങ്ങ് വെച്ച്. ഇപ്പോൾ വണ്ടി കുഴപ്പമൊന്നുമില്ല, രാത്രി ഓടിക്കാനൊക്കെ ബെറ്ററുമാണ്. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞപ്പോൾ രാവിലെ പിറ്റേ ദിവസം നമ്മൾ ഇറങ്ങി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് സ്പാർക്ക് പ്ലഗും ഓയിലും ഓയിൽ ഫിൽറ്റർ എയർ ഫിൽറ്ററും മാറ്റിയപ്പോഴത്തേക്ക് വണ്ടി നല്ല സ്മൂത്തായി. അപ്പോൾ ഇങ്ങനത്തെ വ്ളോഗ് വരുന്നതായിരിക്കും. എല്ലാവരും ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ സുലായി.